ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഈ വാഹനം അപകടം നടന്ന സ്ഥലത്തിന്റെ കോൺട്രാശിയിലായിട്ട് തന്നെ ഉണ്ട് ഈ വാഹനം എന്ന് തന്നെയാ പറഞ്ഞത്. ഒരു മാറ്റം അതിനകത്ത് ഇതുവരെ ഞാൻ വരുത്തിയിട്ടില്ല. ഇപ്പോഴും രഞ്ജിത്ത് ഇസ്രായേൽ അല്ലവനാണ് ഇപ്പൊ എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അർജുനെ കണ്ടെത്താൻ പറ്റാത്തതിന്റെ ഏക കാരണം രഞ്ജിത്ത് ഇസ്രായേൽ എന്നാണ് ഇപ്പോഴത്തെ മാപ്രകളുടെ നിഗമനം, കണ്ടുപിടുത്തം എന്നേ ഞാൻ പറയത്തുള്ളൂ. സത്യം പറയാലോ വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി ഈ രഞ്ജിത്ത് ഇസ്രായേൽ ഇല്ലായിരുന്നെങ്കിൽ ഇവന്മാരെ കണ്ടുപിടിച്ച് കളഞ്ഞേനെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ടോക്ക് വരുന്നത്. അതായത് രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞത് വെള്ളത്തിലില്ല, ഈ പറയുന്നത് പോലെ കരയിലാണ് ലോറി താന്നതെന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞതെന്ന് പറഞ്ഞും കൊണ്ടാണ് ലവന്മാരെല്ലാം കൂടി അങ്ങേരെ മെക്കിട്ട് ഇടിച്ച് കയറുന്നത്. ഇപ്പൊ വെള്ളത്തിൽ നിന്ന് 2 തടിയും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. അതുകൊണ്ട് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു മണ്ണിന്റെ അടിയിലാണ് ലോറി പറഞ്ഞത്, അതുകൊണ്ട് ലവൻ പറഞ്ഞിട്ടാണ് ഇത്രയും കുഴപ്പമുണ്ട്, അല്ലെ ഇതിനു മുമ്പ് അവന്മാർ കണ്ടുപിടിച്ച് കളഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് ലവന്മാർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസം മുന്നേ എനിക്ക് തോന്നുന്നു 5-ാം ദിവസം എങ്ങാണ്ടാണ് രഞ്ജിത്ത് ഇസ്രായേൽ വരികയും അതിനുശേഷമാണ് കുറച്ചൊക്കെ ഒരു അനക്കം ഉണ്ടായി തുടങ്ങിയത്. ലോറി താന്നിട്ട് ഇന്ന് 10 ദിവസമായി. ഇതുവരെ അവന്മാരെ കണ്ടുപോലും പിടിച്ചില്ല. ഭയങ്കര ടീംസാണ്. ഇത്രയും ആധുനിക സംവിധാനങ്ങളുള്ള രാജ്യത്ത് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. 2 തടിയും കണ്ടുപിടിച്ചുകൊണ്ട് കയറി ഇരിക്കുക. എന്തായാലും കുറച്ച് ദിവസം മുമ്പേ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ വന്നപ്പോൾ ലാൻഡിലാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന്. അത് പൂർണ്ണമായിട്ട് പരിശോധന നടന്നിട്ടില്ല. ഇപ്പുറത്തെ വശം 80% മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളത്. വേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഡ്രില്ലിംഗ്, ബോർവെല്ലിങ്ങിന്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് വെട്ടിക്കിട്ടാണെങ്കിൽ ഒരു സാധനമുണ്ട്. ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും. ഈ മണ്ണ് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു 90% എബോ കൂടുതലാണ്. കാര്യം പറ, എനിക്ക് ആ മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ട് അപ്പൊ 90% എബോ മണ്ണിൽ ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത്. ഇത് രഞ്ജിത്ത് ഇസ്രായേൽ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ. കാരണം പോസിബിലിറ്റി അങ്ങനെയാണ് എല്ലാവരും ചിന്തിച്ചത്. ആ ഒരു പോസിബിലിറ്റിയിലെ കൂടിയാണ് എല്ലാവരും ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ മണ്ണിനടിയിലാകാനാണ് ചാൻസ് എന്ന് എല്ലാവരും പറഞ്ഞത്. എന്തിന് മാപ്രാൾ ഉൾപ്പെടെ ന്യൂസ് ചാനലുകൾ ഉൾപ്പെടെ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ എല്ലാം കൂടി വന്നപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിന്റെ തലയെ കൊണ്ട് അടിച്ചു വെച്ച് കൊടുത്തിട്ട് നൈസായിട്ട് അങ്ങ് മുങ്ങയാണ് എല്ലാവന്മാരും കൂടി. ഇത്രയും ദിവസം അവന് താങ്ങിയും അവന്റെ ഇതൊക്കെ വേണമായിരുന്നു. ഇന്ന് വെള്ളത്തിലൊന്നും തടി കിട്ടിയപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലായി അല്ലാതെ തെറ്റുകയാണ്. കൊള്ളാലോടെ. എത്ര 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 റെസ്ക്യൂകളാണ് ഇവനെ ഓപ്പറേറ്റ് ചെയ്ത് സക്സസ് ആക്കിയിട്ടുള്ളതെന്നറിയാമോ? പിന്നെ ഒരു ഊഹാപോഹം പറഞ്ഞു ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ട്. ഇതെല്ലാവരും പറഞ്ഞ കേസല്ലേ അത് അവനും പറഞ്ഞത്. ഇപ്പൊ അവനെ ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്ത് അലക്കി വെച്ചിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അത് NDRF-നൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് നമുക്കിതൊക്കെ നമുക്കിതൊക്കെ പാഠമാട്ടെ. എങ്കിൽ ഒരു കാര്യം ചെയ്യാത്തത് അണ്ണ ഇറങ്ങിപ്പോയി നിന്നെല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുക്കാത്തത് എങ്കിൽ വിഷയം തീർന്നില്ലേ? എല്ലാവരും നിങ്ങളടക്കം എന്തിന് ന്യൂസ്, പല ന്യൂസ് ചാനലടക്കം മണ്ണിനടിയിലാണ് പോസിബിലിറ്റി എന്ന് കൂടുതലായിട്ട് പറഞ്ഞത്. എന്തിന് കാണിച്ചു തരാം. പുഴയിൽ മൃതദേഹം ഒഴുകി വരുന്നുണ്ടോ എന്നാണ്. ഇന്ന് രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ്. എന്തിനാണ്? ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ തടിക്കഷ്ണങ്ങളാണ്, അത് കെട്ടിവരിഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഈ ടിമ്പർ ലോറിയാണ്. അപ്പോൾ ആ തടിക്കഷ്ണങ്ങൾ 300 തടിക്കഷ്ണങ്ങൾ, എക്സാക്ട് ഡീറ്റെയിൽസ് മനാഫ് കൊടുക്കുകയാണ്. 300 തടിക്കഷ്ണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ആ കെട്ടുപൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. അതൊന്നും ഈ 5 ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനമുണ്ടെന്ന് ഉറപ്പിക്കാൻ ഇത്രയേറെ ആലോചനയുടെ ആവശ്യം എന്താണ്? കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതിയല്ലോ. റിപ്പോർട്ടർ ന്യൂസ് പറഞ്ഞ മണ്ണിനടിയിലാണെന്ന് ഈ കോമൺ സെൻസ് തന്നെ രഞ്ജിത്ത് ഇസ്രായേലും ഉപയോഗിച്ചു. എല്ലാവരും മിക്കവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലെ അപ്പുറത്തെ സൈഡ്, പുഴയുടെ അപ്പുറത്തെ സൈഡാണ് പാർക്ക് ചെയ്തത്. ആ ലോറി ഇടിച്ചിങ്ങനെ തെറിച്ച് വെള്ളത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, ആരും ചിന്തിക്കത്തില്ല. പക്ഷെ അത്രയും പവറിൽ ഇടിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ എല്ലാവരും ചിന്തിച്ചത് ഈ പറയുന്ന പോലെ മണ്ണിനടിയിലായിരിക്കും എന്ന് തന്നെയാണ് ചിന്തിച്ചത്. അല്ലാണ്ട് വന്നിട്ട് രഞ്ജിത്ത് ഇസ്രായേൽ അവന്റെ ഒരുത്തന്റെ തലയിൽ എല്ലാം കൂടി അടിച്ചേൽപ്പിച്ചിട്ട് നമുക്കങ്ങ് എസ്കേപ്പ് ആയി സേഫ് ആണ്. ഒരു സുഖം തന്നെയല്ല അത്. സമ്മതിച്ചിരിക്കുന്നു. വേറെ ലെവല്. ഇമാതിരി പരിപാടി കാണിക്കാൻ ന്യൂസ് ചാനലുകളിൽ പോയിട്ട് വേറെ ആർക്കും കഴിയത്തില്ല. എന്തായാലും
ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ ആർമിയെ വലിയ വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അർജുൻ്റെ അമ്മ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും അവരത് തെറ്റു പറയത്തില്ല. അവരുടെ മകനെയാണ് കാണാനില്ലാത്ത ആ ഒരു ഇതിൽ അവർ മാനസിക അവസ്ഥ കൊണ്ട് അവർ സംസാരിക്കുന്നതാണ്. അല്ല ഒരിക്കലും ഇന്ത്യൻ ആർമിയെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല. അത് തെറ്റാണ് അവർ പറഞ്ഞത്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ അവരുടെ മാനസിക അവസ്ഥ കാരണമാണ് അത് അങ്ങനെ അവർ പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമ്മൾ ഓരോരുത്തർക്കും വേണം. അവർ പറയാൻ നമുക്ക് കേട്ടു നോക്കാം. വേറെ എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടോ? ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? അവരിപ്പോ പട്ടാളക്കാരിലുള്ള ഒരു വിശ്വാസം പോയി എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അവരുടെ നിസ്സായ അവസ്ഥയാണ്. സ്വന്തം മകനെ കാണാനില്ല, ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ദിവസം 10 അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അമ്മയ്ക്കുണ്ടാവുന്ന വികാരം അത് മനസ്സിലാക്കണം. അല്ലാണ്ട് മാപ്രകളെല്ലാം കൂടി എടുത്തിട്ട് അതിനെ അവരെ കണ്ടന്റ് പിടിച്ചിട്ട് അതിന്റെ പിറകെ മറ്റേ റീച്ച് ഉണ്ടാക്കാനുള്ള സാധനം പിടിക്കാണ്ടിരിക്കുക. പറയുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയാണെന്നുള്ള രീതിയിൽ പറയണം. അല്ലാണ്ട് ഇനി അതിനെ വെച്ചിട്ട് ടൈറ്റിലുകൾ കൊടുത്ത് വേറെ ലെവലിൽ കൊണ്ട് എത്തിക്കാതിരിക്കുക. എന്തായാലും കർമ്മ ന്യൂസിൽ വന്നിട്ടുള്ള ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് കൊടുക്കുക നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതുവരെ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും ഇതുപോലൊരു സ്ത്രീയുടെ മകന് വേണ്ടിയാണോ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ചിന്തിച്ചാൽ പോലും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല, അത്ഭുതപ്പെടാനാവില്ല. കാരണം ഇതിനുശേഷം വരുന്ന സോഷ്യൽ മീഡിയ വരുന്ന പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നോക്കണം. എന്ത് അവസരത്തിലാണ് അവർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്ന് മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ വികാരപരമായി സംസാരിക്കുന്നവർ ചിലപ്പം ചില പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. ഇവിടെ അതല്ല നമ്മൾ കാണുന്നത്. അവർക്ക് മകൻ്റെ കാര്യം ഓർത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വികാര പ്രകടനമല്ല. അവർ വളരെ തികഞ്ഞ രീതിയിൽ, അതായത് അവർക്ക് നല്ല ബോധ്യമുണ്ട് പറയുന്നത്. ഒരു വേള അവരുടെ ചെവിയിൽ ആ തൊട്ടടുത്തിരുന്ന സ്ത്രീ പറയുമ്പോൾ അവർ ചിരിക്കുക പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്ന പശ്ചാത്തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള മനോവ്യത പോലും അവർ കാണിക്കുന്നില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പുതുതായിട്ടൊന്നും നടക്കാനില്ല. എല്ലാവരും കൂടി പുതുതായിട്ട് നടത്തിക്കാതിരുന്നാൽ മതിയെന്ന് എനിക്ക് പറയാനുള്ളൂ. സത്യം, ഒരു മകനാണ്. ആ അവസ്ഥയിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കണം. അപ്പോഴേ നമുക്ക് പിടി കിട്ടത്തുള്ളൂ. അല്ലാണ്ട് വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. സത്യം, സീരിയസ്ലി ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. ഈ വേറെ ചില ടീംസ് ഉണ്ട്, ഇതിനെയൊക്കെ മുതലാക്കി ഇതിനെ വച്ചിട്ട് ഞാൻ എൻ്റെ ജ്യോതിഷം വളർത്തിക്കൊണ്ടുപോകുന്ന ചില ടീംസുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ. ആ ടീംസിൽ ഒരു ടീമിനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല ചാല്. ഈ അർജുൻ്റെ അമ്മ ഇപ്പോൾ പട്ടാളക്കാരെ മോശമായിട്ട് പറഞ്ഞതുപോലെ അല്ല, മനസ്സിലായ? ഇത് വേറൊരു ടീമാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ ജ്യോതിഷത്തിന് 10 പബ്ലിസിറ്റി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ടീമാണ്. കേട്ട്, ഈ വാഹനം അപകടം നടന്ന സ്ഥലത്തിന്റെ കോൺരാശിയിലായിട്ട് തന്നെ ഉണ്ട് ഈ വാഹനം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു മാറ്റം അതിനകത്ത് ഇതുവരെ ഞാൻ വരുത്തിയിട്ടില്ല. ഇപ്പോഴും എന്നെ ഇന്ന് ഒരു 3-4 എല്ലാവരും വന്നവരടുത്തെല്ലാം ഞാൻ പറഞ്ഞു, ജോൾസിനെ കണ്ടിരുന്നുവെങ്കിൽ ജോൾസിന് ഇവിടുന്ന് പോയിട്ട് ഈ സാധനം കാണിച്ചോളൂ, യാതൊരു തർക്കമില്ല കാര്യം. അതിന് തെളിവുകളുണ്ട് ഇവിടെ നിന്ന് പറയാതെ അങ്ങേക്ക് അവിടെ പോകൂടെ. ഞാൻ പറയും, എന്നെ വന്ന് കൊണ്ടുപോയാൽ കൃത്യമായിട്ട് ഞാൻ അങ്ങയോടൊപ്പം വരും. സധൈര്യമല്ലേ പറയുന്നേ? എന്നെ നിങ്ങൾ കൊണ്ടുപോയാൽ ഞാൻ വരും. ഇവിടുന്ന് എന്നെക്കാട്ടി വലിയ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ പോയിട്ട് കർണാടക സ്റ്റേറ്റിന് ഇപ്പുറം നിൽക്കുക അല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ പോകും. അയ്യോ, ഇനി ഇതിൻ്റെയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ദേഹത്തിന്റെ കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം ആയി. 10 ദിവസമായിട്ട് ഇത്തരം സംവിധാനങ്ങളുള്ള രാജ്യത്ത് ആ ലോഹറയെ പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇതാണ് അവസ്ഥ. എന്നിട്ട് അങ്ങയുടെ സാന്നിധ്യം കൂടിയേ അവിടെ കുറവുണ്ടായിരുന്നുള്ളൂ. ജ്യോതിഷമൊക്കെ നല്ലതാണ്, അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇടയിലല്ല നിങ്ങളുടെ പ്രൊമോഷൻ നടത്തേണ്ടത്. സീരിയസ്ലി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആയിക്കോട്ടെ, എന്തായാലും എല്ലാവരും കൂടി ഇപ്പോൾ നേരെ അർജുൻ്റെ കുടുംബത്തിനെതിരെ തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കുകയാണ്. TRPയും കാര്യങ്ങളും എല്ലാ ന്യൂസ് ചാനലിലും നന്നായിട്ട് കിട്ടി. പക്ഷേ നിങ്ങൾ ന്യൂസ് ചാനലുകാർ കാരണം തന്നെയാണ് ഈ അർജുൻ്റെ കേസ് ഇത്രയും ഇതായിട്ട് സെൻസേഷനായി മാറിയത്. പക്ഷേ ഈ സമയത്ത് കൊണ്ടിട്ട് എല്ലാം കൂടി അവിയിൽ പരുവത്താക്കിയിട്ട് പരിപാടി കാണിക്കാതിരിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ബുദ്ധിയോടെ ആയിട്ടാണ്.